ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, പോസ്റ്റിംഗ് ഒക്കെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാന്നേ. എനിക്ക് ടെൻഷൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. മധുരമാണ് അധികവും കഴിക്കാൻ തോന്നുന്നത്, എന്താണെന്ന് അറിയില്ല. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ടെൻഷനായിരിക്കും. പിന്നെ എനിക്ക് ചിന്ത മൊത്തം അതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പോസ്റ്റിംഗ് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെ ആയിട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെറുപയർ എടുത്തു. ഞാൻ ചെറുപയർ വെച്ചിട്ട് ചെറിയൊരു പായസമാണേ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പായസമാണോ പുഴുക്കാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും കുറേ ചെറുപയറൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് വെള്ളത്തിലിട്ട് കഴുകി, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുക്കറിലിട്ട് ഒരു 2-3 വിസിൽ അടിച്ചെടുത്തേ. ഇടയിൽ കൂടെ ഞാനിതാ കുറച്ച് എന്താ പറയുക, ചായപാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഒരു 2-3 ശർക്കര ഇട്ട് കൊടുത്തു കേട്ടോ. ചെറുപയർ വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ ശർക്കരയും മെൽട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെടുത്ത് ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിടാം. എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് തേങ്ങയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പയർ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉപ്പും കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇന്ന് മെയിനായിട്ട് ഞാൻ പായസം വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാമത് ടെൻഷനും ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള സ്റ്റോറിൽ നിന്ന് മേടിച്ച കുറച്ച് ശർക്കര ഇരിക്കുന്നുണ്ട് കേട്ടോ. അതും ഈ ലാസ്റ്റ് നിമിഷത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ശർക്കര മേടിച്ചിട്ട് വരികയും ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറേ ഇല്ല കേട്ടോ ശർക്കര. ഇപ്രാവശ്യം എന്താണോ എന്തോ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് പായസം വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അത്യാവശ്യം പലചരക്ക് സാധനങ്ങളെല്ലാം തീർത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് കടലയും പരിപ്പും അതുപോലെ ചെറുപയറും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അതായത് കടല ഐറ്റംസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഗ്യാസ് ട്രബിളും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇതൊക്കെ വെക്കാൻ ഞാൻ വിട്ടു പോകാറാണ് ചെയ്യാറ്. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ദിവസം തുടങ്ങിക്കോളും അയ്യോ എനിക്ക് ഗ്യാസാന്ന് പറയാനേ. അപ്പോൾ ഞാൻ ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ വൈകിട്ട് ഞാൻ കുറേ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയും എല്ലാം ചെയ്തു കേട്ടോ. കുറേ ഡപ്പിയും കാര്യങ്ങളൊക്കെ കാലിയാക്കുകയും ക്ലീൻ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നായ്ക്കുട്ടികളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴെ വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ മുകളിൽ കയറ്റി വിടുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത്. അവരെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മുടെ പണി. അപ്പോൾ മോൻ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് എന്താ പറയുക, വ്യൂസൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നത്.